All, welcome back to High Grade Online Academy. എന്ന കാർഷിക വിളകളായ ഖാരിഫ് വിളകൾ അതേപോലെ റാബി ഇവ എങ്ങനെ നമുക്കൊരു കോഡിലൂടെ ഓർത്തെടുക്കാം എന്നതിനെ പറ്റിയാണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കൃഷി ഇറക്കുന്നത്. അതേപോലെ ഖാരിഫ് വിളകൾ വിളവെടുക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. ഖാരിഫ് എന്ന് പറയുന്ന അറബിക് പദത്തിന്റെ അർത്ഥം ശരത്കാലം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഖാരിഫ് വിളകൾ, പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ എങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർമ്മിക്കാൻ കോഡിലൂടെ എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. അപ്പം ശ്രദ്ധിക്കുക, ജൂൺ ജൂലൈയിൽ എനിക്ക് പനിച്ചപ്പോ ചോറും ബജിയുമാണ് സോയാസൺ തന്നത്. ഓർമ്മിക്കുക, ജൂൺ ജൂലൈയിൽ എനിക്ക് പനിച്ചപ്പോ ചോറും. ജൂൺ ജൂലൈ മാസത്തിലാണ് കൃഷി ചെയ്യുന്നത്. എള്ള്, എനക്ക് നെല്ല്, കരിമ്പാണ് എനക്ക്, അതായത് എള്ള്, നെല്ല്, കരിമ്പ്. പനിച്ചപ്പോ പരുത്തി, നിലക്കടല, ചണം. ചോറും ചോളം, റും എന്ന് പറയുന്നത് റാഗിയാണ് നാം ഉദ്ദേശിച്ചത്. അതേപോലെ ബജിയുമാണ് ബജ്റ, ജോവ്. സോയ എല്ലാവർക്കും അറിയില്ല, സോയാബീൻ. സൂര്യകാന്തി. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ജൂൺ ജൂലൈയിൽ എനിക്ക് പനിച്ചപ്പം ചോറും ബജിയുമാണ് സോയാസൺ തന്നത്. എള്ള്, നെല്ല്, കരിമ്പ്, പരുത്തി, നിലക്കടല, ചണം, ചോളം, റാഗി, ബജ്റ, ജോവ്, സോയാബീൻ, സൂര്യകാന്തി. ഓക്കെ, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ആരംഭത്തോടെയാണ് നാം ഖാരിഫ് കൃഷി തുടങ്ങുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തത് എള്ളാണ് അല്ലെ. എള്ളിന്റെ ശാസ്ത്രീയ നാമം സെസാം ഇൻഡിക്കം. നെക്സ്റ്റ് നെല്ലാണ്. നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റീവ. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശാണ്. കരിമ്പിന്റെ ശാസ്ത്രീയ നാമം സാക്കറം ഒഫിൻഷറം. ഇന്ത്യയില് ആദ്യ കോട്ടൺ മില്ല് സ്ഥാപിച്ചത് കൗസ്ജി നാനാഭായ് ദാവറാണ്. ഓക്കെ, ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള പരുത്തി തുണി വ്യവസായം ആരംഭിച്ചതും ബോംബെയിലാണ്. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ പരുത്തി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ദേശീയ പരുത്തി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരാണ്. നെക്സ്റ്റ് നിലക്കടല. ദേശീയ നിലക്കടല ഗവേഷണ കേന്ദ്രം ജുനഗഡ്. ഇന്ത്യയിൽ ആദ്യത്തെ ചണമില്ല് സ്ഥാപിതമായത് റിഷ്ര. അമേരിക്കയിൽ നിന്നും എത്തിയ ധാന്യമാണ് ചോളം. ഇനി ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. സൂര്യകാന്തിയുടെ ശാസ്ത്രീയ നാമം ഹെലിയാന്തസ് അനസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശാണ്. അതേപോലെ ഏറ്റവും കൂടുതലാണ് രാജ്യം അമേരിക്കയാണ്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ധാന്യവും കൂടെയാണ് സോയാബീൻ. ഇനി നമുക്ക് ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻസും ഇല്ലാതെ നമ്മൾ ഓർമ്മിക്കേണ്ട 3 നാരുകളുണ്ട്. ഇതിൽ ഒന്നാമത്തതാണ് സുവർണ നാര്, ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ്, ജൂട്ട്. രണ്ടാമത്തത് രജത നാര്, സിൽവർ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്, കോട്ടൺ. മൂന്നാമത്തത് യൂണിവേഴ്സൽ ഫൈബർ, അതും പരുത്തി തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് റാബി വിളകളെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, റാബി എന്ന അറബിക് പദത്തിന്റെ അർത്ഥം വസന്തമാണ്. ഓക്കെ, അപ്പം റാബി വിളകൾ എങ്ങനെ കോഡിലൂടെ ഓർമ്മിക്കാം എന്ന് നോക്കാം. റാബി മഞ്ഞുകാലത്ത് ഗോപബാലികയോടൊപ്പം പുകവലിക്കും. ഓർമ്മിക്കുക, റാബി മഞ്ഞുകാലത്ത് ഗോപബാലികയോടൊപ്പം പുകവലിക്കും. റാബി എന്ന് പറയുമ്പോൾ റാബി വിളകളാണ്. മഞ്ഞുകാലത്ത് നമുക്കറിയാം, മഞ്ഞുകാലത്തിനെ ആശ്രയിച്ചിട്ടുള്ള കൃഷി രീതിയാണ് റാബി വിളകൾ. ഓക്കെ, അപ്പൊ റാബി മഞ്ഞുകാലത്ത് ഗോപബാലിക. ഓർമ്മിക്കുക, ഗോതമ്പാണ്, പയറാണ്, ബാലിക ബാർലി, മീൻസ് ലിൻസീഡ് ആണ്, കടുക്, ഓടൊപ്പം പുകവലിക്കും, പുകയിലയാണ്. അപ്പൊ ഒന്നുകൂടെ, റാബി മഞ്ഞുകാലത്ത് ഗോപബാലികയോടൊപ്പം പുകവലിക്കും. റാബി വിളകള് മഞ്ഞുകാലത്തെ ആശ്രയിച്ചിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട റാബി വിളകളാണ് ഗോതമ്പ്, പയറ്, ബാർലി, ലിൻസീഡ്,
കടുക് ആൻഡ് പുകയില. ഓക്കെ, നമുക്ക് റാബി വിളകളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. റാബി വിളകൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് കൃഷി ഇറക്കുന്നത്. മഞ്ഞുകാലം അല്ലെ, അത് മഞ്ഞുകാലത്ത് ആശ്രയിച്ചിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റാബി വിളകൾ കൃഷി ഇറക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. അതേപോലെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് റാബി വിളകൾ വിളവെടുക്കുന്നത്. നേരത്തെ പറഞ്ഞു, റാബി എന്ന അറബിക് പദത്തിന്റെ അർത്ഥം വസന്തമാണ്. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. സംസ്ഥാനമാണെങ്കിൽ ഉത്തർപ്രദേശാണ്. ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ ചുണ്ണാമ്പിന്റെ അംശമുള്ള മണ്ണാണ്. നെക്സ്റ്റ്, ബാർലി. ലോകത്ത് ആദ്യമായി ബാർലി കൃഷി ആരംഭിച്ചത് ഹരിയാനയിലെ ബൻവാലിയിലാണ്. വേദകാലഘട്ടത്തിൽ യവം എന്നറിയപ്പെടുന്നതാണ് ബാർലി. ബാർലി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം റഷ്യയാണ്. മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാന്യവും കൂടിയാണ് ബാർലി. ഏറ്റവും കൂടുതൽ ലിൻസീഡ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കാനഡ. ലിൻസീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചണ അല്ലെ, ചെറു ചണയാണ് ലിൻസീഡ്. ഏറ്റവും കൂടുതൽ ലിൻസീഡ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. അടുത്തത് പുകയിലയാണ് അല്ലെ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തുവാണ് നിക്കോട്ടിൻ. ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പുകയില കൃഷി ചെയ്യുന്ന ഒരേ ഒരു കേരളീയ ജില്ലയാണ് കാസർഗോഡ്. ദേശീയ പുകയില ഗവേഷണ കേന്ദ്രം രാജമുദ്രയിലാണ് ദേശീയ പുകയില ഗവേഷണ കേന്ദ്രം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു വിളകളെ കൂടി ചർച്ച ചെയ്യാനുണ്ട്. സെയ്ദ് വിളകൾ. സെയ്ദ് മാർച്ചിൽ വിളവിറക്കി ജൂണിൽ വിളവെടുക്കുന്നതാണ് സെയ്ദ് വിളകൾ. അതുകൊണ്ട് തന്നെ ഇതൊരു വേനൽക്കാല കൃഷിയാണ്. നമ്മൾ നേരത്തെ പഠിച്ച ഖാരിഫ് വിളകൾക്കും റാബി വിളകൾക്കും ഇടയിൽ ചെയ്യുന്ന ഒരു ഇടക്കാല വിളയാണ് സെയ്ദ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട സെയ്ദ് വിളകൾ 3 പച്ചപ്പഴവും തണ്ണിയും. ഓർമ്മിച്ചാൽ മതി, പച്ചപ്പഴവും തണ്ണിയും. പച്ചക്കറികള്, പഴം, അതേപോലെ തണ്ണിമത്തൻ. ഈ 3 വിളകളാണ് സെയ്ദ് വിളകളായിട്ടുള്ള പച്ചക്കറി, പഴവർഗ്ഗങ്ങള്, തണ്ണിമത്തൻ. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട കാർഷിക വിളകളെ പറ്റി നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മിക്കാവുന്ന തരത്തിലുള്ള കോഡുകളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇനി പുതുതായിട്ടുള്ള മെമ്മറി കോഡ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.